എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ റവ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ളൊരു പത്തിരിയാണ് കേട്ടോ. രാവിലേക്ക് ചായക്കടിക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. സാധാ പത്തിരി പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു പത്തിരി പോലെ അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ടില്ലെങ്കിലും ഈ ഒരു പത്തിരി തേങ്ങാപ്പാലിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ വറുക്കാത്ത 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് സാധാരണ പച്ചവെള്ളത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആദ്യം ഒന്ന് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. റവ എന്തായാലും കുതിർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഡ്രൈ ആവുമല്ലോ. അപ്പോൾ ആ ഒരു ഡ്രൈ ആവുന്ന ആ ഒരു ടൈം വരെ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം റവയാണ് നന്നായിട്ട് വെള്ളം കുടിക്കും. കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് 1 മിനിറ്റ് ഇങ്ങനെ വെക്കുന്നുണ്ട്. 1 മിനിറ്റ് അല്ല, ഒരു 2-3 സെക്കൻഡേ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ഒരു 1/4 കപ്പും കൂടി മൈദയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 1/2 കപ്പ് നിറച്ച് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് പിന്നെ നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ വെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുള്ള ആ വെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഓരോ ചെറിയ ഉരുളകളാക്കി ഒന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പത്തിരി പലകയിലേക്ക് ഇത്തിരി മൈദ തൂവിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് ഇത് പരത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. മുറിഞ്ഞൊന്നും പോകുന്നില്ല. നല്ല നൈസായിട്ട് നമുക്കിത് പത്തിരി പോലെ പരത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. മൈദ ഇത്തിരി തൂവി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പലകയിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് അതുപോലെ ഞാൻ നന്നായിട്ട് എല്ലാം ഇവിടെ പരത്തിയെടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട്, അപ്പോൾ 1 കപ്പ് റവയൊക്കെ ആണെങ്കിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് കുതിർത്ത് അങ്ങോട്ട് 1 മിനിറ്റ് അല്ല 2-3 സെക്കൻഡ് അങ്ങോട്ട് വെച്ചാൽ മതി. എന്നിട്ട് പിന്നീട് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ലൂസാണ് തോന്നുകയാണെങ്കിൽ ഇത്തിരി മൈദ ചേർത്താൽ മതി. ഒരുപാട് മൈദ ചേർക്കരുത്. നമ്മളിത് റവയും കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന പത്തിരിയാണ്. റവയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അങ്ങനെ എല്ലാം ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു കട്ടിക്ക് നല്ല നൈസായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും എല്ലാം ഇതുപോലെ പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ടുള്ള റവയുടെ പത്തിരിയൊക്കെ നമുക്ക് ഇനി പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു വശം ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതൊരുപാട് അങ്ങോട്ട് പൊള്ളച്ച് വരുമൊന്നുമില്ല കേട്ടോ. റവ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ പൂരിയൊക്കെ ചുട്ടെടുക്കുമ്പോൾ നന്നായിട്ട് പൊള്ളച്ച് വരും. അതുപോലെ അല്ല, എന്നാൽ ഈ രീതിക്ക് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് ഉണ്ടാക്കിയ പാട് ചൂടോടെ കഴിക്കാനായിരിക്കും കേട്ടോ നല്ലത്. ഒരുപാട് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് പോവും. സാധാ പത്തിരി പോലെ അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റായിട്ട് കിട്ടൂല കേട്ടോ. പിന്നെ നമ്മൾ റവയൊക്കെ പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന ആ രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. എന്തായാലും തേങ്ങാപ്പാലിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അങ്ങനെ എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ട് ഞാനിതുപോലെ വിശിയിട്ട് കൊടുത്തിട്ട് തേങ്ങാപ്പാലും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം.